വാസ്തവത്തിൽ ഇറാനിനുള്ളിൽ ഇസ്രായേലും അമേരിക്കയും കൂടി തകർത്തതെന്ന് പറഞ്ഞാൽ 185 കുട്ടികൾ പഠിക്കുന്ന ഒരു പള്ളിക്കൂടം, പിന്നെ അവിടുത്തെ ഒരു എണ്ണ പ്ലാന്റ്, പിന്നെ അതിനകത്ത് ഒരു കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു വൈദ്യുതി നിലയം, പിന്നെ അത് കൂടാതെ അവർ ചെയ്തിട്ടുള്ളൊരു പാതകം എന്ന് പറയുന്നത് ചബഹാർ തുറമുഖം. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിനടുത്ത് ഇന്ത്യക്ക് കൂടി താല്പര്യമുള്ള ഒരു ഹരിത ദ്വീപ് നശിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ ഹോർമൂസ് കടൽ നിയന്ത്രിക്കുന്ന ആ ദ്വീപല്ല, അതിലേക്ക് നമുക്ക് വരാം. അതിനിടയ്ക്ക് വാസ്തവത്തിൽ ഇറാൻ മഹത്തായ ഈ രണ്ട് വലിയ രാജ്യങ്ങൾ, ഉയർന്നു നിൽക്കുന്ന സൈനിക ശക്തികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് ആക്രമിച്ചു. അതിനിടയ്ക്കൂടെ അമേരിക്കയുടെ 2 കപ്പൽ തകർത്തു, നിശ്ചേഷ്ടമാക്കി ഇറാൻ. ആ 3 ഒന്നൊന്നര മറ്റൊരു വിമാനത്തിനും ആക്രമിക്കാൻ കഴിയാത്തതെന്ന് അവരവകാശപ്പെട്ട് മസിൽ പിടിച്ച് നടന്നിരുന്ന 3 വിമാനങ്ങൾ തകർത്ത് അതിൻ്റെ പൈലറ്റിനെ ഉൾപ്പെടെ തകർത്തു. നാണക്കെടുത്തി കഴിഞ്ഞില്ലേ അമേരിക്ക ഇസ്രായേലിനെ ഇറാൻ നാണക്കെടുത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ഇൻഡസ്ട്രികൾ മുഴുവൻ അവർ ടാർഗറ്റ് ചെയ്യാറ്. അതെ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം, ആൾനാശമൊക്കെ കുറവാണ്. എന്നാലും 20ഓളം ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല രാജഗോപാലെ, പിന്നെ നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്ന് ആദ്യം പോയത് ഇന്ത്യയിലേക്കല്ല, ചൈനയിലേക്കും അല്ല, റഷ്യയിലേക്കും പോയത് സൗദി അറേബ്യയിലാണ്. പണത്തിന്റെ എണ്ണയുടെയും താല്പര്യം, ആ താല്പര്യമൊക്കെ ഏകദേശം തീർന്നു. ഇനി അഡ്നോക്ക് എണ്ണ കേന്ദ്രം അടച്ചുപൂട്ടി വെച്ചിരിക്കുക. അതെ, അർണാക്കോ, അതുപോലെ അഡ്നോക്ക് എന്ന് പറയുന്ന പിന്നെ UAE, അതൊരു പാവപ്പെട്ട സൗദി അറേബ്യ പോലെ കുൽസിത ബുദ്ധികളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതിന്റെയും പ്ലാന്റ് അടച്ചു വെച്ചിരിക്കുക. പുതിയ ഇപ്പൊ ഇന്ത്യക്കാ നഷ്ടം, പുതിയ പ്ലാന്റുകളൊന്നും അല്ല, പുതിയ റിക്രൂട്ട്മെന്റുകളൊന്നും ഉണ്ടാവുന്നില്ല. അല്ല, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അമേരിക്ക തുടങ്ങി വെച്ച ഈ യുദ്ധം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തെ തന്നെ തകർത്തു. ഇത് പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ഇറാൻ ആക്രമണം കൊണ്ട് ഇന്ത്യക്കാർക്ക് നഷ്ടമുണ്ടായി, ഇന്ത്യക്കാർക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമേ നഷ്ടമുണ്ടായിട്ടുള്ളൂ നമ്മൾ വിചാരിക്കും. അതല്ല, അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തിൽ, അതായത് ഇറാനി നടത്തിയ ഒരു ആക്രമണത്തിൽ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അത് ആരും ചർച്ച ചെയ്തിട്ടില്ല. ആ രാജഗോപാൽ അതൊന്നും വിശദീകരിക്കും. അതെ, ഈ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നഷ്ടമല്ല. അതായത് ഈ ചബഹാർ തുറമുഖത്തിന്റെ ഇറാനും കൂടി ചേർന്ന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇറാന്റെ മിലിറ്ററി ഗവേഷണ കേന്ദ്രമുള്ള ഒരു കുന്ന്, സൈനിക ഗവേഷണ കേന്ദ്രം, അവിടെയാണ് അമേരിക്ക ബോംബിട്ടത്. ഇതൊരു ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം. യുദ്ധം തുടങ്ങി 2-3 ആഴ്ചകൾക്ക് ശേഷമുണ്ട്. ഇതുകൊണ്ട് അവർക്ക് ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഇന്ത്യക്ക് ഒരു വലിയ സൂചനയാണ്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ തുറമുഖമാണ്. അതിന് പല ഇൻഡസ്ട്രികളുമുണ്ട്. പാകിസ്ഥാനെ ഒഴിവാക്കി, അതായത് പാകിസ്ഥാനിൽ പോവാതെയോ അതുവഴിയോ വ്യോമപാത വഴിയോ അല്ലെങ്കിൽ കപ്പലിൻ്റെ ചാലിൻ്റെ വഴിയോ ഒന്നും ഹോർമുസും ഒന്നും വരാതെ ഡയറക്റ്റായിട്ട് ഇന്ത്യക്ക് വ്യാപാരം നടത്താനുള്ള ഒരു എൻട്രി പോയിന്റ് അല്ലെങ്കിൽ ഒരു മിഡ് പോയിന്റാണ് ഈ ചബഹാർ. അങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനെ തുരങ്കം വയ്ക്കുക അല്ലെങ്കിൽ അതിനെ തടസ്സം നിൽക്കുക എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഈ അമേരിക്കയും എല്ലാ രാജ്യങ്ങളും, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇന്ത്യ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനെതിരായിരുന്നു. അമേരിക്കയുടെ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചാണ് ഇന്ത്യ അവിടെ കൊണ്ടുപോയി നിക്ഷേപം നടത്തുകയും അത് ഏതാണ്ട് പൂർണ്ണതയിലെത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും. പക്ഷേ അല്ല, ഈ ദ്വീപ് ആക്രമിച്ചുകൊണ്ട് ഇപ്പൊ പിന്നെ നമ്മുടെ തുറമുഖത്തിന് എന്താ സംഭവിക്കുക? അല്ല, തുറമുഖത്തിന് ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അത് നമുക്കൊരു സൂചനയാണ്. അവിടെ ഇതാണെങ്കിൽ ചബഹാർ സൂക്ഷിച്ച് നിങ്ങൾ ഇടപെടണം എന്നുള്ള നമുക്കൊരു താക്കീതാണ്. അത് ശരി. കാരണം അമേരിക്ക ഈ തുറമുഖ വികസനം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അവരെതിരായിരുന്നു. പക്ഷെ അവരുടെ എതിർപ്പ് അവഗണിച്ചും വകവയ്ക്കാതെയാണ് നമ്മളിത് ചെയ്തത്. ഇനി പാകിസ്ഥാനിലെ അമേരിക്കയുടെ അനുഭവം പിന്നെ നമ്മൾ അടുത്ത് കൊണ്ടുപോയി നമ്മൾ പിന്നെ നമ്മുടെ മിസൈൽ ഇട്ടതിന് പ്രതികാരമായിട്ടാണോ? അല്ല, ചിലപ്പോൾ അതൊക്കെ ആവാം, അവരുടെ മനസ്സിലതൊക്കെ ഉണ്ടാവാം. മാത്രമല്ല, ഇതൊന്നുമല്ല, ഇന്ത്യ അങ്ങനെ വളരരുത് എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട്. നമ്മൾക്കൊരു പിന്നെ വെല്ലുവിളിയാകാൻ പാടില്ല. അപ്പൊ അത് ഇറാനോട് ചെയ്തതുപോലെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഒന്നും ഇന്ത്യയിലെടുത്ത് ചെയ്യാൻ അവർക്ക് പറ്റില്ല, നടക്കില്ല. അവർക്ക് നടക്കില്ലെന്ന് അവർക്ക് നല്ലോണം അറിയാം. പക്ഷേ നമ്മുടെ എന്താ പറയുക, വ്യാപാര മാർഗങ്ങളും എല്ലാം തകർക്കാൻ അവർ വിചാരിച്ചാൽ പറ്റും, തടസ്സപ്പെടുത്താൻ അവർ വിചാരിച്ചാൽ പറ്റും, ഇന്ത്യയുടെ വികസനത്തിന്റെ വേഗം കുറയ്ക്കാൻ അവർ വിചാരിച്ചാൽ പറ്റും. ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യയുടെ വികസനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കവച്ചു വയ്ക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള
വളർച്ചയാണ് ഇന്ത്യ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് നേടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അസൂയാണ് ഇപ്പോ. അപ്പോൾ ഇപ്പോൾ ഈ വ്യാപാര കരാർ തന്നെ, ഇങ്ങനെ ഒരു വ്യാപാര കരാർ, നമ്മുടെ തർക്കം പ്രധാനപ്പെട്ടതാണല്ലോ. ഇങ്ങനെ ഒരു വ്യാപാര കരാർ കൊണ്ടുവന്ന് ഇന്ത്യക്ക് 50%, 500% ഒക്കെ പറഞ്ഞ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള മനോഭാവം ഇന്ത്യയെ വരുതിക്ക് കൊണ്ടുവരുത്തുക എന്നാണ്. പക്ഷെ വരുതിക്ക് പോകാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഇതുവരെ അതിന് തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ നാളെ ഇടപാടോ മറ്റന്നാൾ ഇടപാടോ എഗ്രിമെന്റ് ഒപ്പുവയ്ക്കും, ട്രേഡർ തമ്പ് പറയണതല്ലാതെ ഇന്ന് വരെ അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. യുദ്ധമൊക്കെ ഒന്ന് കഴിയട്ടെ, അവിടുത്തെ പുതിയ ഗവൺമെന്റ് ഏതാ വരുന്നതെന്ന് അറിഞ്ഞിട്ട് ഒപ്പിടാൻ വേണ്ടി. മാത്രമല്ല, ഇവിടുന്ന് അജിത് ഡോവൽ അവസാനം പോയി ഇവിടെ പറഞ്ഞതേ, അമേരിക്ക നമുക്ക് പരിഗണിക്കണം, നമുക്ക് ഇഷ്ടമുള്ള രാജ്യമാണ്, നമ്മുടെ ട്രേഡ് പാർട്ണറാണ്. പക്ഷേ ഒരു 3 വർഷം കാത്തിരിക്കാൻ നമുക്ക് മടിയില്ല. ട്രംപിന്റെ കാലാവധി കഴിഞ്ഞിട്ട് മതി എന്ന് പറയാനുള്ള ധൈര്യം ഇന്ത്യ കാണിച്ചു. അതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന ഡിക്റ്റേറ്റ് ചെയ്യുന്നത് കേൾക്കാനിരിക്കുമല്ല. പാകിസ്ഥാനെ പോലെ ഞങ്ങൾ ഒപ്പിടണോ വേണ്ടത് ഞങ്ങളൊന്ന് തീരുമാനിക്കും. ഈക്വൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പുരൂരവസ് രാജാവ് ഒരു അലക്സാണ്ടർ ചക്രവർത്തി ഇതിപ്പോ അമേരിക്ക ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തരം ഉണ്ട്. തീർച്ചയായിട്ടും തെമ്മാടിത്തരം. അവിടുത്തെ സിവിൽ പിന്നെ ഇത് ജനീവയിൽ ഒപ്പുവെച്ച ലോക കരാറിന്റെ ഒരു ലംഘനം കൂടിയാണ്. അതായത് ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അശ്വത്ഥാമാവ് ഭാരതയുദ്ധം തോറ്റു തൊന്നിപ്പാടിയ കഴിഞ്ഞപ്പോൾ അവിടെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ ഗർഭത്തിലുള്ള കുട്ടികളെ കൊന്ന തരത്തിൽ അമ്പ ചെയ്തപ്പോൾ അശ്വത്ഥാമാവിനെ പോലൊരു ചെറ്റത്തരമാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വേറെ ഒന്നുമില്ല. അവരുടെ സുപ്രീമസി തുടരണം. വേറെ ആരും അതിനു മുകളിൽ വളരരുത്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ഒക്കെ ലംഘിച്ചുകൊണ്ടില്ലേ ഇപ്പൊ ഇറാനിലുള്ള ആക്രമണം. ഇപ്പൊ ഇസ്രായേൽ ആക്രമിച്ചാൽ അവർക്കൊരു ന്യായമുണ്ട്. കാരണം അവരുടെ ജൂത ഇസ്ലാം ശത്രുത കൊണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ. ഈ അമേരിക്കക്ക് ഇതിനകത്ത് എന്താണ് പങ്ക്? അമേരിക്ക ഇതിനകത്ത് കൂടിയത് ആ ഒരു തക്കം ഉപയോഗിച്ച് പെട്രോൾ കൈക്കലാക്കാമെന്ന് വിചാരിച്ചാണ് അവർ കൂടിയത്. ഈസി ആയിട്ട് അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നാണക്കെട്ടു അഹങ്കാരം. പിന്നെ എടുത്തിയാട്ടക്കാരന്റെ എല്ലൊടിച്ച് വിധി എന്ന് പറയുന്ന വല്ലാത്ത പാമ്പ്. ചിലപ്പോ സമീപ ഭാവിയിൽ ട്രംപിന് അധികാരം നഷ്ടപ്പെടാൻ പോലും ആണ്. സബ്സീറോ ആണ്. സീറോയ്ക്കും താഴേക്ക് അതിവേഗത്തിൽ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി റേറ്റ്. ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെട്ട ഒരു പ്രധാനമന്ത്രി പ്രസിഡന്റ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യത്തിൽ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത അവിടുത്തെ എത്രത്തോളം അതിനകത്തൊക്കെ ശരിയുണ്ടെന്ന് അറിഞ്ഞൂടാ. അവിടെ നിന്നൊക്കെ വരുന്ന ആളുകളുടെ ഒരു റിപ്പോർട്ട്, അവരുടെയൊക്കെ ഒരു ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അമേരിക്ക 4-5 രാജ്യമായി പിരിയാതിരിക്കാനുള്ള കാരണങ്ങൾ കുറവാണെന്നാണ്. ഇപ്പൊ അങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം. അത് ശരി. പിന്നെ സൈനിക ബലം കൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കപ്പെടുന്നത്. പക്ഷെ സൈന്യത്തിൽ പോലും ഇപ്പൊ ഭിന്നത വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അനിയന്റെ മകള് തന്നെ പറഞ്ഞു, റഷ്യൻ ചേഞ്ച് വിൽ ടേക്ക് പ്ലേസ്, ദാറ്റ് വിൽ നോട്ട് ബി ഇൻ ഇറാൻ ബട്ട് വിൽ ബി യൂസ് അമേരിക്കയിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. ഒരു കാലിഫോർണിയ അങ്ങനെയൊക്കെ ഉള്ള ചില സ്റ്റേറ്റുകൾ ഇപ്പൊ തന്നെ ഭയങ്കര റബലാണ്. കാലിഫോർണിയ വളരെ സമ്പന്നമായ ന്യൂയോർക്ക് ഉണ്ടല്ലോ, ഇപ്പം മംദാനി ആണല്ലോ അവിടുത്തെ. മംദാനി നമ്മുടെ ഇവരുടെ മകൻ, ഇന്ത്യക്കാരൻ. സങ്കരമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മിക്കവാറും ന്യൂയോർക്ക് പ്രത്യേക ഒരു രാജ്യമായിട്ട് പോകാൻ സാധ്യതയുണ്ട്. എല്ലാവരും പൊതുവെ ഞാൻ പറഞ്ഞില്ലേ 2-3 രാജ്യങ്ങളായിട്ട് അമേരിക്ക വിഭജിക്കപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ്. അമേരിക്ക ക്യൂബ ഉടനെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നത്, ഇനി ക്യൂബയിലേക്കൊന്നും ഇയാൾ പോകാൻ സാധ്യതയില്ല. ട്രംപ് ഉടനെ ആക്രമിച്ച് ഇത് കഴിഞ്ഞാൽ പെട്രോൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ക്യൂബയെ ഇങ്ങനെ പൂട്ടാമെന്നുള്ള വിചാരമൊക്കെ കഴിഞ്ഞ് നടക്കില്ല. ഇനി ശേഷിക്കുന്ന കാലത്തിന് നരകത്തിന്റെ വാതിക്കൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുള്ള പേടി കൊണ്ട് ചില ഇങ്ങനെയുള്ള പിന്നെ മനുഷ്യകാരന്റെ പ്രവർത്തനം കൊണ്ട് ചെയ്തിട്ട് പ്രായവും മോശമല്ലല്ലോ. അല്ല. പിന്നെ അങ്ങനെ ഒരുപാട് അവശതകളും ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളല്ലാതെ ഉണ്ട്. എപ്സ്റ്റീന്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ള മനുഷ്യനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.